Are you running Google Ads but not sure about your conversions are being tracked properly? If your answer is yes, in this video I am going to show exactly how to set up Google Ads conversion tracking using Google Tag Manager. So, welcome back to CDI Academy. This is Adarsh, your SEO mentor, and we are back with another informative video. So, this will be your website. ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിലായിരിക്കും നമ്മൾ കൺവേർഷൻ ട്രാക്ക് ചെയ്യുന്നത്. സോ ഇതിൽ ഇവിടെ കോൺടാക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഫോമാണ് നമ്മളിവിടെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങൾ റാൻഡംലി കുറച്ച് കാര്യങ്ങളിവിടെ ഫില്ല് ചെയ്യാണ്. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ പ്രോപ്പർ നമ്പർ പ്ലേസ് എല്ലാം പ്രോപ്പർലി ഫില്ല് ചെയ്യുക. സോ നെക്സ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ പെർട്ടിക്കുലർ ലാൻഡ് ആവുന്നത് ഈ ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ്. സോ ഇത് മീൻ ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഏതൊരു യൂസറും അവരൊരു പെർട്ടിക്കുലർ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു പേജിലേക്കായിരിക്കും. സോ നമ്മൾ കൺവേർഷൻ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു താങ്ക് യു പേജിൽ ലാൻഡ് ചെയ്യുന്ന ആളുകളെയാണ്. സോ അതിന് നമ്മളിവിടെ കൺവേർഷൻ മീൻസ് നമ്മുടെ ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ഇൻ്റർഫേസിൽ വരാം. ദിസ് വിൽ ബി യുവർ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് ഗോൾസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സമ്മറി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഇതിലിവിടെ ന്യൂ കൺവേർഷൻ ആക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാം. നമുക്ക് കൺവേർഷൻ ട്രാക്ക് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുള്ള കൺവേർഷനാണ് ട്രാക്ക് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഞാനിവിടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു URL കൊടുക്കുകയാണ്. സ്കാൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആഡ് എ കൺവേർഷൻ ആക്ഷൻ മാനുവലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് പ്രോപ്പർ ഗോൾ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഓൾറെഡി ഗോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു താങ്ക് യു പേജിൽ വിസിറ്റ് ചെയ്യുക, ആ ഒരു പേജ് വിസിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾ, ആ ഒരു ഫോം സബ്മിഷൻ. സോ ഞാനിവിടെ ആ ഒരു ഫോം പേജ് വ്യൂ, ആ താങ്ക് യു പേജിൻ്റെ വ്യൂ ക്ലിക്ക് ചെയ്യാണ്. പേജ് വ്യൂ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ കൺവേർഷൻ ഒരു നെയിം കൊടുക്കുക. ആ ഫോം സബ്മിഷനാണ് നമ്മുടെ കൺവേർഷൻ വരുന്നത്. സോ ഞാനിവിടെ ഫോം സബ്മിഷൻ എന്നുള്ള നെയിമും പ്രോപ്പർലി ഇൻപുട്ട് ചെയ്തു. നെക്സ്റ്റ് എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മളൊരു സിംഗിൾ കൺവേർഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ കൺവേർഷനുള്ള കേസിലാണ് നമ്മൾ ഓരോ കൺവേർഷനും ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക കൊടുക്കുക. സോ ഞാനിവിടെ ഡോണ്ട് യൂസ് വാല്യൂ ഫോർ ദിസ് കൺവേർഷൻ ആക്ഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തു. സോ ഇവിടെ കൗണ്ട് എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഇതിൽ എവരി ആൻഡ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ എവരി മീൻസ് ഒരു വ്യക്തി നമ്മുടെ ഒരു ഫോം മൾട്ടിപ്പിൾ ടൈംസ് ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ, സബ്മിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ടൈംസ് എന്തായിരിക്കും, റീഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ വണ്ണ ചൂസ് ചെയ്യുന്നെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആൾ എത്ര തവണ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്താലും അത് സിംഗിൾ കൗണ്ട് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. സോ നമ്മളിവിടെ വണ്ണിൽ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ത്രൂ കൺവേർഷൻ വിൻഡോ ഞാനിവിടെ 30 days കൊടുത്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് 30 days ആണ്. സോ ഇറ്റ് മീൻസ് നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ഒരു സമയത്ത് ഒരുപാട് ക്യാമ്പയിൻസ് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന ഒരു കേസിൽ നമ്മുടെ ക്യാമ്പയിൻസിൽ ഒരുപാട് പേര് ഈ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് കൺവേർഷൻസ് തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അവർ ക്യാമ്പയിൻ ത്രൂ കയറിയിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്കൊരു കൺവേർഷൻ തന്നിട്ടുണ്ടായിരിക്കില്ല. സോ ആ ഒരു 30 days ഇനി വരാൻ പോകുന്ന ഒരു 30 days അകത്ത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ആ 30 days അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വ്യക്തിക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പയിൻ്റെ അകത്തുള്ള ഒരു കൺവേർഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ക്ലിക്ക് ത്രൂ കൺവേർഷൻ വിൻഡോ. ഞാനത് ഡിഫോൾട്ടായിട്ട് 30 ആണ്, അതന്നെ ഞാൻ ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു ഫോം സബ്മിഷൻ്റെ ഒരു കൺവേർഷൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി ഗൂഗിൾ ആഡ്സിന് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഒരു കൺവേർഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ വെബ്സൈറ്റിന് കൂടെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരു കൺവേർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിന് കൂടെ എന്ത് ചെയ്യണം, ബോധറായിരിക്കണം. സോ ഇതാണ് നമ്മുടെ ടാഗ് മാനേജറിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുക. സോ ഞാൻ ഇതിൽ ടാഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു. ഞാൻ ഓൾറെഡി ഇവിടെ മൾട്ടിപ്പിൾ ടാഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കൊരു പുതിയ കൺവേർഷൻ ട്രാക്ക് ചെയ്യാൻ ഒരു പുതിയ ടാഗ് ID വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ടാഗിന് നെയിം കൊടുക്കാം. ഞാനിവിടെ G ആഡ്സ് ഫോം സബ്മിഷൻ എന്ന് കൊടുത്തു. ഓക്കെ. സോ ഇനി ഇവിടെ ഈ ടാഗ് കോൺഫിഗറേഷനിൽ നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ അകത്തുള്ള കൺവേർഷനാണ് ട്രാക്ക് ചെയ്യുന്നത്. സോ ഞാനിവിടെ കൺവേർഷൻ ട്രാക്കിംഗ് ചൂസ് ചെയ്തു. ഇനി കൺവേർഷൻ ID ആൻഡ് ലാബിൽ കൊടുക്കണം. സോ ഇത് നമുക്ക് ഗൂഗിൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള കൺവേർഷൻ്റെ അകത്ത് നമുക്ക് കിട്ടും.
സോ കൺവേർഷൻ ആക്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺവേർഷൻ കാണാൻ പറ്റും. സോ അതിന് അകത്ത് ഏറ്റവും താഴെ ടാഗ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമുക്ക് കൺവേർഷൻ ID ആൻഡ് ലേബൽ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. സോ ഇത് രണ്ടും ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. ദെൻ ബാക്ക് ടു ടാഗ് മാനേജർ. ഞാനിവിടെ ടാഗ് മാനേജറിലേക്ക് വന്നു. ഞാനിവിടെ കൺവേർഷൻ ID ആൻഡ് കൺവേർഷൻ ലേബൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ. സോ ഇവിടെ ഓൾറെഡി ഗൂഗിൾ ടാഗ് കണ്ടെയ്നറിൽ ഫൗണ്ടാന്ന് പറയുന്നുണ്ട്. ഞാൻ സേവ് ചെയ്യുമ്പോൾ ട്രിഗർ എന്താണെന്ന് ചോദിക്കും. സോ നമ്മൾ ട്രിഗർ താങ്ക് യു പേജ് വിസിറ്റ് എന്നാണ് നമ്മൾ ട്രിഗർ വരും. സോ ഞാൻ ഓൾറെഡി ഇവിടെ താങ്ക് യു പേജ് കൺവേർഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ അത് ചൂസ് ചെയ്യുക, സേവ് കൊടുക്കുക. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഗൂഗിൾ ആഡ്സ് ത്രൂ ഉള്ള കൺവേർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി വെബ്സൈറ്റിനും ഗൂഗിൾ ആഡ്സിനും അറിയാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൺവേർഷൻ എന്താണെന്നുള്ളത്. സോ ഇനി ഇത് എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കൺവേർഷൻ ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആക്റ്റീവ് ആക്കണം. സോ നമ്മളൊരു പെർട്ടിക്കുലർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ക്യാമ്പയിൻ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ആ ഒരു കൺവേർഷൻ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്തു. ഇനി പ്രിവ്യൂ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുക, റിപ്പീറ്റഡ്ലി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഒരു ഡീബഗ് വിൻഡോ ഓപ്പൺ ആയി. ഇതിൽ ഞാൻ കോൺടാക്ട് അസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നെയിം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് ഫില്ല് ചെയ്യാണ്. ഓക്കെ. സോ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എന്തായി, സക്സസ്ഫുള്ളി താങ്ക് യു പേജിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൺവേർഷനിൽ വിസിറ്റ് ആയിട്ടുണ്ട്. സോ ഞാനത് ഫിനിഷ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള G-Ads ഫോം സബ്മിഷൻ എന്തായിട്ടുണ്ട്, ഇവിടെ സക്സസ്ഫുള്ളി ഫയർഡ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ വന്നിട്ട് ഒന്ന് റീലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ കറൻ്റ്ലി സെറ്റ് ചെയ്തിട്ടുള്ള കൺവേർഷൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടോ, നോ റീസെൻറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സോ ഇനി കൺവേർഷൻസ്, ഇനി ഏതൊരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഗൂഗിൾ ആഡ്സ് ത്രൂ ഒരു കൺവേർഷൻ നടത്തിയത് എന്താവും, ഇവിടെ നമുക്ക് പ്രോപ്പർലി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ ആഡ്സിൻ്റെ അകത്തുള്ള കൺവേർഷൻസ് നമ്മൾ ട്രാക്ക് ചെയ്യാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി CDOയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.